ചിത്രങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റോ? യെസ്, എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ചെറുതും വലുതുമായ ചിത്രകാരന്മാരിലും ആർട്ടിനെ സ്നേഹിക്കുന്നവരിലും അവർക്ക് ഇഷ്ടമുള്ളതും ഒരിക്കലെങ്കിലും വരച്ചു കാണണമെന്ന് ആഗ്രഹിച്ചതുമായ ഒരു കൂട്ടം ചിത്രങ്ങൾ അവരുടെ മനസ്സിലോ അതുമല്ലെങ്കിൽ ഗാലറിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. എന്നെങ്കിലും വരയ്ക്കണമെന്നോ വരച്ചു കാണണമെന്നോ ആഗ്രഹത്തോടെ. അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പല സബ്ജക്റ്റുകളും ഉണ്ടാകാം. ഇഷ്ടമുള്ള മുഖങ്ങളോ സ്ഥലങ്ങളോ വസ്തുക്കളോ അങ്ങനെ പലതും. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ചിത്രം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആക്കി. ആൻ ഓൾഡ് മാൻ. ചാർക്കോൾ പെൻസിലിൽ A1 സൈസിൽ തീർത്ത എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന എൻ്റെ ഒരു മാസ്റ്റർ പീസ്. ഏകദേശം 60 to 70 hours ഞാൻ ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഔട്ട്പുട്ടിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ചിത്രങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റോ? യെസ്, എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ചെറുതും വലുതുമായ ചിത്രകാരന്മാരിലും ആർട്ടിനെ സ്നേഹിക്കുന്നവരിലും അവർക്ക് ഇഷ്ടമുള്ളതും ഒരിക്കലെങ്കിലും വരച്ചു കാണണമെന്ന് ആഗ്രഹിച്ചതുമായ ഒരു കൂട്ടം ചിത്രങ്ങൾ അവരുടെ മനസ്സിലോ അതുമല്ലെങ്കിൽ ഗാലറിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. എന്നെങ്കിലും വരയ്ക്കണമെന്നോ വരച്ചു കാണണമെന്നോ ആഗ്രഹത്തോടെ. അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പല സബ്ജക്റ്റുകളും ഉണ്ടാകാം. ഇഷ്ടമുള്ള മുഖങ്ങളോ സ്ഥലങ്ങളോ വസ്തുക്കളോ അങ്ങനെ പലതും. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ചിത്രം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആക്കി. ആൻ ഓൾഡ് മാൻ. ചാർക്കോൾ പെൻസിലിൽ A1 സൈസിൽ തീർത്ത എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന എൻ്റെ ഒരു മാസ്റ്റർ പീസ്. ഏകദേശം 60 to 70 hours ഞാൻ ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഔട്ട്പുട്ടിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ.